പ്രിയപ്പെട്ടവരെ, ആലൂർ കൾച്ചറൽ ക്ലബ് എന്ന മഹനീയ പ്രസ്ഥാനം വർഷം തോറും നടത്തുന്ന പ്രീമിയർ ലീഗിൻ്റെ 7ാം സീസണും കഴിഞ്ഞ് 8ാം സീസണിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു മഹനീയമായ വേദിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സ്വാഗതം പറയാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ACC ആലൂരിനെ കുറിച്ച് ജില്ലയിലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായിട്ട് കായികമായും ജീവകാരുണ്യമായും മറ്റുള്ള എല്ലാ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ജില്ലയിൽ തന്നെ നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബുകളിൽ ഒന്നാണ് ACC ആലൂർ. കായികപരമായി പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ഈ കായിക വിനോദത്തിൽ ക്രിക്കറ്റ് എന്നത് എല്ലാവരിലെയും ഹൃദയത്തിൽ ഒരു ലഹരി പോലെ നടക്കുന്ന ഒന്നാണ്. വെറും കുഞ്ഞടക്കം മാത്രമല്ല ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറ്. ജില്ലയിലെ മൊട്ടും ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് ACC ആലൂർ. ഒരുപിടി വമ്പൻ താരങ്ങളെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ജില്ലയിലേക്ക് ഒക്കെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ 7ാം സീസണ് കഴിയുമ്പോൾ 7ാം സീസൺ എന്നല്ല, ഒരു 5ാം സീസണോ 6ാം സീസണോ തോന്നുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ പോരാ ക്ലബിൻ്റെ ക്രിക്കറ്റ് എന്ന ഒരു വലിയൊരു കായിക മാമാകം സംഘടിപ്പിക്കുന്നത് എന്ന് പല രീതിയിലും ചർച്ച ചെയ്തപ്പോൾ ഈ 8ാം സീസണിൽ എത്തിയിരിക്കുമ്പോൾ നമുക്കതൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെ വളരെ മനോഹരമായിട്ട് നമുക്കത് അതിൻ്റെ ലേലം നമുക്ക് സംഘടിപ്പിക്കാൻ ഈ ഒരു വേദി ഉണ്ടാക്കാൻ പറ്റി. നമ്മുടെ മുമ്പിൽ ആരുടെ മുമ്പിലും വലുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തത്. ഒരു 8ാം സീസണിൽ എത്തിയിരിക്കുന്ന ഒരു ക്ലബ്ബ്, 8ാം സീസണിൽ നിൽക്കുന്ന ഒരു കായിക മാമാങ്കം, ആ ഒരു മാമാങ്കത്തിൽ നമുക്ക് എത്ര മനോഹരമാക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ പ്രീമിയർ ലീഗിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ ചർച്ച വരുന്നത്. വൈകുന്നേരങ്ങളെ കളികളിലൂടെ ഞങ്ങളെ കുറച്ച് പേർ ഇങ്ങനെ ചർച്ച ചെയ്യുകയും അതിൻ്റെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കാവുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ നടക്കുകയും അതിൻ്റെ ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയങ്ങൾ ക്ലബിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അത് കമ്മിറ്റി കൂടിയിട്ട് നല്ലൊരു കമ്മിറ്റി തിരിച്ച് ഇതിനെ നടത്താൻ വേണ്ടി ഏൽപ്പിക്കുകയും ഈ മനോഹരമായ ഒരു വേദിയിൽ അത് എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഫെബ്രുവരി 1, 2 ഈ തീയതികളിൽ നടക്കുന്ന ക്രിക്കറ്റ് കളിയിലൂടെ നമുക്ക് അത് സാധിച്ചെടുക്കണം. നമ്മളിങ്ങനെ ഒരു കളി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇതിന് വേണ്ടത് ഇതിനെ എന്തിനും പിന്താങ്ങുന്ന ടീം ഓണേഴ്സാണ്. പറയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സഹകരണം കൊണ്ട് 6 ടീം ഓണേഴ്സിന് വളരെയധികം ഒരു സമയം എടുക്കാണ്ട് തന്നെ നമുക്ക് കിട്ടി. ടീം ഓണേഴ്സ് മാത്രമായാൽ പോരാ, നമുക്ക് വേണ്ടത് പിന്നെ ഫണ്ടാണ്. ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യങ്ങളൊക്കെ ഒരു സ്വപ്നം പോലെ നിൽക്കുന്ന ഒരു സമയത്ത്, അനാവശ്യമായി ഒരു ചെലവ് കാര്യങ്ങളൊന്നും ഇങ്ങനെ നടത്താതെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ചത് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു സ്പോൺസർഷിപ്പിലൂടെ അവർക്കും ഈ ഒരു കളി വെക്കുന്നതിൽ കൂടിയിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് തന്ന സ്പോൺസേഴ്സിനും ഒരു ഗുണം കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ വന്ന ആശയം എന്ന് പറയുന്നത് ലൈവ് ടെലികാസ്റ്റിങ്ങൾ പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഈ കളിയും മറ്റും കാര്യങ്ങളൊക്കെ ലോകത്തോളം എത്തിക്കാൻ രീതിയിലേക്ക് നല്ല രീതിയിൽ ഒരു കളി സംഘടിപ്പിക്കുകയും
ആ കളി നല്ല രീതിയിൽ മനോഹരമാക്കി 8ാം സീസൺ എന്ന് പറയുന്നത് എന്നും നമ്മുടെ ആലൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുളിയാറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഓർമ്മിക്കുന്ന രീതിയിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഈ ഒരു വലിയ ചടങ്ങ് നമുക്ക് സാധിച്ചത്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഞങ്ങളെ സ്പോൺസേഴ്സ് മറക്കാൻ കഴിയില്ല. ആരെയും എല്ലാവരും ഞങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള ഈ കളീൻ്റെ സമയത്ത് പോലും നമുക്ക് പിന്തുണ തരുന്ന ആൾക്കാരുണ്ട്. ഈ കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ഇങ്ങനെ കളിച്ചൊരു പ്രീമിയർ ലീഗ് കഴിച്ചു പോകുന്നതല്ല. ഞങ്ങളെ ആലൂരിനെ സംബന്ധിച്ചിടത്തോളം അത് എന്ന് പറയുന്നത് ഒരു ഉത്സവ ലഹരിയാണ്. ഒരു 2 ദിവസം ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ച ഈ കഴിഞ്ഞ 7 സീസൺ ആണെങ്കിലും അവിടെ ഫുഡ് കാര്യങ്ങളും മറ്റുമൊക്കെ ആയി നാട്ടിലെ എല്ലാ ആൾക്കാരും വന്ന് സഹകരിച്ച്, നാട്ടിൽ നിന്ന് മാത്രമല്ല പുറം നാടുകളിൽ നിന്ന് പോലും നല്ല രീതിയിൽ ആൾക്കാർ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കൊണ്ട് മാത്രം മുമ്പോട്ട് പോയ ഒരു 7 സീസൺ കഴിഞ്ഞു. ഇത് 8ാം സീസണിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ മനോഹരമായിട്ട് തന്നെ ഇതിപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ കൂടിയ ആളുകളൊക്കെ ഫെബ്രുവരി 1, 2 നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നത് ഇപ്പൊ ഇത്ര ഒരു മനോഹരമായ വേദി നിങ്ങൾക്ക് മുമ്പിൽ വെച്ചു, ഇനി ഈ സംഘാടകർ വെക്കേണ്ടത് ഇതിനേക്കാൾ മനോഹരമായ രീതിയിലൊരു കളിയാണ്. അപ്പോൾ ആ കളിക്ക് നമ്മുടെ എല്ലാ നാട്ടിലെ പ്ലേയേഴ്സും മറ്റും ഒരുപാട് കഠിന പ്രയത്നങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് കൂടുതൽ വാക്കുകളൊന്നും സംസാരിക്കുന്നില്ല. ക്ലബിനെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി നമ്മൾ സെക്രട്ടറി തന്നെ നടത്തും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. നമുക്ക് മുമ്പിൽ ഓപ്ഷൻ എന്ന് പറയുന്ന വലിയൊരു ചടങ്ങുണ്ട്. അത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെയൊക്കെ ക്ലബിൻ്റെ സത്യം പറഞ്ഞെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നിർജീവ മന്ദിവ്യവസ്ഥ ഉണ്ടായപ്പോൾ അതിനെ വീണ്ടും അതിൻ്റെ ഏറ്റവും കൂടുതൽ പരമകോടിയിൽ എത്തിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനമായി മുമ്പോട്ട് വന്ന AT അബ്ദുൽ ഖാദറാണ് ഇതിൻ്റെ അധ്യക്ഷന്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് ആഷിഖ് അലിയെ കുറിച്ച് നിങ്ങളോട് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ആഷിഖ് അലിയുടെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ക്ലബിൻ്റെ യൂട്യൂബ് വാട്സപ്പ് ചാനലിലൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ആഷിഖ് അലിയെ കളി കണ്ട ആൾക്കാരാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കലുണ്ട്. ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആഷിഖ് അലിൻ്റെ കളി ഒരിക്കൽ നോക്കുമ്പോൾ കൊൽക്കത്തയിലുണ്ടാവും, ഒരിക്കൽ നോക്കുമ്പോൾ എവിടെയെങ്കിലും മണിപ്പൂരിൽ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കൽ നോക്കുമ്പോൾ എവിടെയെങ്കിലും UP യിലുണ്ടാവും. ഈ മനുഷ്യനെ എപ്പോൾ ഇങ്ങനെ കളിയുമായിട്ട് ഇങ്ങനെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആ രീതിയിലേക്ക് ഒരുപാട് സ്ഥലത്തേക്ക് ഈ കളിയുമായിട്ട് മുമ്പോട്ട് പോയി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഇന്നലെ ഞാൻ ആഷിഖ് അലിയോട് ഇങ്ങനെ ഈ സംഭവത്തിൽ എന്ത് പേര് കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടത് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ സോഫ്റ്റ് ബോളിന്റെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള മനുഷ്യനാണ് ഇത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഒന്നും കൊടുക്കേണ്ടൊന്നും വേണ്ട, ഇപ്പോൾ ഒരു ISPL എന്ന് പറയുന്ന IPL പോലുള്ള മികച്ച ഒരു കളി കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞെങ്കിൽ ഞാൻ നിർത്താണ്ട് നോക്കിയ ഒരു സംഭവമാണ്. ISPL എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാർക്ക് അറിയെങ്കിൽ പോലും നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രീമിയർ ലീഗ്. ആ പ്രീമിയർ ലീഗിലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വാല്യുബിളായ ഒരു പ്ലെയറാണ് ആഷിഖ് അലി. ആഷിഖ് അലിയെ ഈ ഒരു പരിപാടിയിലേക്ക് ഉദ്ഘാടകനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ലബിൻ്റെ പരിചയപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ക്ലബിലെ ജനറൽ സെക്രട്ടറി, വികസന കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഇസ്മായിൽ MK, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഡോക്യുമെൻ്ററി പ്രകാശനം നടത്തുന്നത് AB കുട്ടിയാനം. AB കുട്ടിയാനം നമ്മുടെ നാടിൻ്റെ മരുമകനാണെന്നെങ്കിൽ പോലും ഒരുപാട് വലിയ വലിയ എഴുത്തുകൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് സംസ്ഥാനത്തൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ഒരു ഡോക്യുമെൻ്ററിൻ്റെ കാര്യം AB കുട്ടിയാനത്തോട് ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടാന്ന് പറഞ്ഞു. സമയം ഉണ്ടാവും അതിങ്ങനെ ചിന്തിച്ചു കൊണ്ടാണ് AB കുട്ടിയാനത്തിനോട് പറഞ്ഞത്. അപ്പം എന്നോട് ഇങ്ങോട്ടേക്കുള്ള മറുപടി, ആലൂരിൻ്റെ ഡോക്യുമെൻ്ററി ഞാൻ എങ്ങനെയും ചെയ്യും. ഇതാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളാണ് നമുക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയത്. എന്ത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചായക്കുള്ള ഒരു പൈസ നിങ്ങൾ തരോടാന്ന് ചോദിക്കുമ്പോൾ നീ ചായയൊക്കെ നിനക്ക് കടിയും കൂടി തരാമെന്ന് പറഞ്ഞ ആൾക്കാർ പോലും നമ്മൾ മുമ്പിലുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാൾ മനോഹരമായ രീതിയിൽ നമുക്ക് മുമ്പോട്ടേക്ക് പരിപാടിയൊക്കെ വെക്കാൻ സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ നമ്മളെ ഈ ഡോക്യുമെൻ്ററി പ്രകാശനം നടത്തുന്ന AB കുട്ടിയാനും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു 4-5 ദിവസം അതിൻ്റെ ബാക്ക് നല്ല രീതിയിൽ പാഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ വിതരണോദ്ഘാടനം നടത്തുന്നത്. ലക്കി ഡ്രോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താനുള്ളത് നല്ല സമ്മാനം ഉണ്ട്. ഒരു 100 രൂപ കൊടുത്തെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കയ്യിൻ്റെ മുമ്പിലേക്ക് എത്തും ഒരു TV യോ അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറോ അല്ലെങ്കിൽ മിക്സിയോ.
ഇത് നമ്മൾ കളിയുടെ ഭാഗമായിട്ട് വെക്കുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ സഹകരണം ആ കാര്യത്തിൽ ഉണ്ടാവണം. ആ ലക്കി ഡ്രോവിൻ്റെ വിതരണോദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അംസച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ജനകീയനായ ജനസേവകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ മുമ്പിലേക്ക് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അംസച്ചാനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ട്രോഫി റിവീലിംഗ് നടത്തുന്ന ഇർഷാദ് ആലൂർ, അതായത് ഈ കമ്മിറ്റിയുടെ കൺവീനർ, സത്യം പറഞ്ഞെങ്കിൽ കുറച്ച് നാളായിട്ട് ഉറക്കില്ല. എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ഈ കമ്മിറ്റിയിലെ നമ്മുടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ വരുന്ന ഓരോ ഐഡിയാസും പുഷും കാര്യങ്ങളും എല്ലാം അതിന് ഫൈനൽ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞെങ്കിൽ കൺവീനറിന്റെ തലയിൽ മൊത്തത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എന്തിനേറെ പറയുന്നു, ഒരു പോസ്റ്റർ ഡിസൈനിങ് ചെയ്താൽ അതിൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് അത് ഒരു കൺഫേമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഇർഷാദ് ആലൂർ എന്ന ഞങ്ങളുടെ കൺവീനറിലേക്ക് എത്തുന്ന. അപ്പോൾ അദ്ദേഹം ഒരു കൺവീനർ എന്ന നിലക്ക് എന്തുകൊണ്ടും അതിൻ്റെതായ ജോലി 100% നീതി പുലർത്തിക്കൊണ്ട് നടത്തി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ താരൻ ലേല നിയന്ത്രണം എന്നോട് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, ഞങ്ങളെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാന്നുള്ളത്. കാര്യം എന്താ വെച്ചെങ്കിൽ നടത്തുന്ന ഓപ്ഷൻ പോലെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ വേദിയിൽ വന്ന് ഇരിക്കുക, പൂർണ്ണതയിൽ അതിനെ എത്തിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, എല്ലാ മേഖലയിലും ഏതെന്നില്ല, എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷണറായ ഈ വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ വേദിയിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതേ പറയാനുള്ളത്, ഒന്ന് നമ്മുടെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഫാറൂഖ്, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മലയാളമായ പ്രമുഖ വ്യവസായി മൊയ്തീൻ ആലൂർ, അതേപോലെ മാഹിൻ കോളോട്ട്, ATM നമ്മുടെ ഒമാൻ പ്രതിനിധി, ആഷിഫ് UAE പ്രതിനിധി, അതേപോലെ ഇസ്മായിൽ മാഷി, അതിലുപരി നമ്മുടെ യുവ കോൺട്രാക്ടറും നമ്മുടെ എല്ലാമായ ഇബ്രാഹിം ആലൂർ, അങ്ങനെ എല്ലാവരുമുണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ എൻ്റെ സ്വാഗത ഭാഷണം നിർത്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു.